ഹലോ ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പി എസ് സിയുടെ വളരെ പ്രധാനപ്പെട്ടതും വളരെ ഈസി ആയതുമായ ഒരു ടോപ്പിക്കാണ്. ഏതാണെന്നല്ലേ? കണ്ടീഷണൽ ക്ലോസുകൾ. കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ കംഫർട്ട് നിങ്ങൾക്ക് ഇഫ് ക്ലോസ് എന്ന് കേൾക്കുമ്പോഴായിരിക്കും അല്ലേ? ഇഫ് ക്ലോസ് എന്നാണ് കുട്ടികൾ മിക്കപ്പോഴും പറയാറുള്ളത്. കാരണം ഇഫ് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ പി എസ് സി കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് ഇഫ് ക്ലോസ് എന്ന് പറയുന്നു. ഈ ഇഫ് ക്ലോസ് തന്നെയാണ് കണ്ടീഷണൽ ക്ലോസ്. പക്ഷെ ഇഫ് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട് കണ്ടീഷണൽ ക്ലോസിന്റെ ഭാഗമായിട്ട്. ഓക്കെ, അപ്പം ചാറ്റിലോട്ട് ശ്രദ്ധിച്ചോളൂ. കണ്ടീഷണൽ ക്ലോസിനെ കുറിച്ച് നോക്കാം നമുക്ക്. കണ്ടീഷണൽ ക്ലോസ് എന്ന് എഴുതിയതിന് താഴെ ഞാൻ രണ്ട് വാക്കുകൾ എഴുതിയിട്ടുണ്ട്. ഇഫ് എന്ന് എഴുതിയിട്ടുണ്ട്, അൺലെസ് എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? ഇഫും അൺലെസ്സും പി എസ് സി കൂടുതൽ ചോദിച്ചു വരുന്നതുകൊണ്ടാണ് ഞാൻ അത് ഹൈലൈറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള മീനിങ് എന്താ? ഇഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ എന്നും അൺലെസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്നുമാണ്. അപ്പോൾ ഒന്ന് പോസിറ്റീവ് വാക്കാണ്. എങ്കിൽ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് വാക്കാണ്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാലോ അതൊരു നെഗറ്റീവ് വാക്കാണ്. ഓക്കെ, അപ്പോ അല്ലെങ്കിൽ എന്ന് പറയുന്ന അൺലെസ് നമ്മൾ സെന്റൻസിൽ യൂസ് ചെയ്യുമ്പോൾ ആ ഭാഗം എല്ലായ്പ്പോഴും, അൺലെസ്സിനോട് ചേർന്ന് വരുന്ന ഭാഗം എല്ലായ്പ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് മറ്റ് നെഗറ്റീവുകൾ ഒന്നും ഡു നോട്ട്, ഡസ് നോട്ട്, ഡിഡ് നോട്ട്, ഹാഡ് നോട്ട് അങ്ങനെ ഒന്നും കൊണ്ടുപോയിട്ട് അൺലെസ്സിന്റെ കൂടെ ചേർത്ത് എഴുതാൻ പാടില്ല. മറ്റ് നോട്ടുകൾ, മറ്റ് നെഗറ്റീവുകൾ അവിടെ വരരുത്. ബിക്കോസ് അൺലെസ്സിന്റെ ഭാഗം എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ ഇഫ് പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ആക്കേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് നോട്ട് ചേർക്കേണ്ടതായ ആവശ്യം വരും ആ ഭാഗത്ത്, ഇഫിന്റെ ഭാഗങ്ങളിൽ. ഓക്കെ, ഇതാണ് മേജർ ഡിഫറൻസ്. റൂളുകളെല്ലാം സെയിം ആയിരിക്കും. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. മറ്റ് നെഗറ്റീവുകൾ അൺലെസ്സിനോട് കൂടെ ചേർത്ത് എഴുതാൻ പാടില്ല എന്ന ബേസിക് കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കി വെക്കുക. അൺലെസ് എപ്പോഴും നെഗറ്റീവായി നിലനിൽക്കുന്നു. ഇനി അപ്പം ഈ ഇഫ് ക്ലോസിന്റെ അതേ റൂളാണ് ഞാൻ അൺലെസ്സിന് എന്ന് പറഞ്ഞു അല്ലെ? പക്ഷേ അൺലെസ് മാത്രമല്ല, ഇനിയും കുറെ കാര്യങ്ങൾ ഇഫ് ക്ലോസിന്റെ റൂൾ വെച്ച് തന്നെ നമുക്ക് പഠിക്കാം. ഇഫ് ക്ലോസ് ബേസിക് ആയിട്ട് അറിയുന്ന ഒരാൾക്ക് ബാക്കി കാര്യങ്ങൾ കൂടെ ചെയ്യാം. അത് ഞാൻ താഴെ എഴുതി വെച്ചിട്ടുണ്ട്. ഏതാണത്? ആസ് സൂൺ ആസ്, പ്രൊവൈഡഡ്, ആസ് ലോങ് ആസ്, സോ ലോങ് ആസ്, സപ്പോസ്, സപ്പോസിങ്. ഈ പറഞ്ഞതെല്ലാം തന്നെ കണ്ടീഷണൽ ക്ലോസിന്റെ ഭാഗമായി വരുന്നവയാണ്. ഇഫിന്റെ കാര്യം കറക്റ്റായിട്ട് അറിഞ്ഞാൽ അതേ റൂള് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങൾക്കും ഉപയോഗിക്കുന്നത്. ഇതിന്റെ എല്ലാം മലയാളം മീനിങ്ങും ഞാൻ ബ്രാക്കറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വാക്കുകളൊന്നും മിക്സ് ചെയ്ത് യൂസ് ചെയ്യരുത്. ഇപ്പൊ ഇഫും സപ്പോസും കൂടെ മിക്സ് ചെയ്യരുത്, അതുപോലെ ഇഫും അൺലെസ്സും കൂടെ മിക്സ് ചെയ്യരുത്, പാടില്ല. ഇത് ഓരോന്നോരോന്നായി തന്നെ യൂസ് ചെയ്യണം. മനസ്സിലായല്ലോ? മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നത് തെറ്റാണ്. ഓരോന്നും ഡിഫറെന്റ് ആയി തന്നെ ഒരേ റൂള് വെച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. റൂളുകളിൽ മാറ്റം ഉണ്ടാവില്ല കേട്ടോ. കണ്ടീഷൻസ് എല്ലാം സെയിം ആയിരിക്കുവേ. മിക്സ് ചെയ്ത് യൂസ് ചെയ്യരുതെന്നാണ് പറഞ്ഞത്. മീനിങ് പ്രത്യേകിച്ച് ഞാൻ ബ്രാക്കറ്റിൽ മലയാളത്തിൽ എഴുതി വെച്ചോളൂ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്കിനി നോക്കാം ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇഫും അൺലെസ്സും വെച്ചാണ്. പി എസ് സി കൂടുതൽ വരുന്നത് അതായതുകൊണ്ട് എക്സാമ്പിളുകൾ കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്തിരിക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം, അതായത് മൊത്തം ക്ലിയർ ആയതിനു ശേഷം ബാക്കിയുള്ളതിന്റെ എക്സാമ്പിൾസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നോക്കാം കേട്ടോ. നിങ്ങൾ കൺഫ്യൂഷൻ ആവും. എല്ലാം കൂടെ പറഞ്ഞാൽ അങ്ങോട്ട് മിക്സ് ആയി പറഞ്ഞാൽ മൊത്തം കൺഫ്യൂഷൻ ആയി പോകും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നോക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ്സിലോട്ട് മൂവ് ചെയ്യല്ലേ? യെസ്. കണ്ടീഷണൽ ക്ലോസുകളെ നമുക്ക് മൂന്നായി തിരിക്കാം. 3 ടൈപ്പിലാണ് കണ്ടീഷണൽ ക്ലോസ് വരുന്നത്. ഏതൊക്കെയാണ് നോക്കൂ. അതിന്റെ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് പ്രോബബിൾ കണ്ടീഷൻ. പ്രോബബിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, ഭാവിയിൽ ചിലപ്പോൾ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആദ്യത്തെ ടൈപ്പ് യൂസ് ചെയ്യുന്നത്, പ്രോബബിൾ കണ്ടീഷൻ. ഇനി ഇതിന്റെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇംപ്രോബബിൾ കണ്ടീഷൻ എന്നതാണ് സെക്കൻഡ് ടൈപ്പ്. ഇംപ്രോബബിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇമാജിനേഷൻസ്, ആഗ്രഹങ്ങൾ, സങ്കല്പങ്ങൾ. മനസ്സിലായോ? സങ്കല്പിക്കുകയോ ആഗ്രഹിക്കുകയോ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അത് രണ്ടാമത്തെ കണ്ടീഷനായ ഇംപ്രോബബിൾ ആയിരിക്കും. ഇനി ഇതിന്റെ മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇംപോസിബിൾ കണ്ടീഷൻ ആണ്. ഇംപോസിബിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ് വരുന്നതെങ്കിൽ അത് ഇംപോസിബിൾ കണ്ടീഷൻ ആയിരിക്കും. അപ്പൊ കണ്ടീഷണൽ ക്ലോസുകൾക്ക് 3 ടൈപ്പ്: പ്രോബബിൾ നടക്കാൻ സാധ്യതയുള്ളതും, 2 ഇംപ്രോബബിൾ ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും, 3 ഇംപോസിബിളും ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളുമാണ്. 3 ടെൻസുകൾ മാത്രം കറക്റ്റ് ആയിട്ട് നന്നായി അറിയുന്ന ഒരാൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാം. ഈ 3 കണ്ടീഷനും 3 ടെൻസുകളിലാണ് വരിക എന്നതാണ് നിങ്ങൾ ഓർക്കേണ്ടത് കേട്ടോ. 3 ടെൻസിന്റെ ആവശ്യം നമുക്ക് ഇവിടെ ബേസിക് ആയിട്ട് ആവശ്യമുള്ളൂ. ഓക്കെ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കൂ. ഞാൻ മൂന്നാമത്തെ കണ്ടീഷന് താഴെ ആരോ മാർക്ക് ഇട്ടിട്ട് എഴുതിയിട്ടുണ്ട്. എന്തെന്ന്? അൺലെസ് ഉപയോഗിക്കാൻ പാടില്ല തേർഡ് കണ്ടീഷനില്.
ബാക്കിയുള്ള സകലമാനത് ഇഫ്, ആസ് ലോങ് ആസ്, സപ്പോസ് അതെല്ലാം നിങ്ങൾക്ക് 3 കണ്ടീഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാ. എന്നാൽ അൺലെസ് വരുന്ന സമയത്ത് ഏത് കണ്ടീഷൻ ഉണ്ടാവില്ല? 3ാമത്തെ കണ്ടീഷനിലോട്ട് മാറ്റാൻ പറ്റില്ല. ആദ്യത്തെ 2 കണ്ടീഷൻ മാത്രമേ ആർക്കുള്ളൂ? അൺലെസ്സിനുള്ളൂ എന്ന് ഓർത്തു വെക്കുക. അതുകൊണ്ടാണ് ഞാൻ അൺലെസ്സിനെതിരെ അവിടെ ക്രോസ് മാർക്ക് കൊടുത്തരുത്, ഉപയോഗിക്കരുത് എന്നൊക്കെ എഴുതിയിട്ട്. ഓക്കെ, അപ്പോ ടൈപ്പുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതിനേക്കാൾ മുമ്പ് മറ്റൊരു കാര്യം കൂടെ, ഇത് ഇഫ് ക്ലോസുകളുടെ അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസുകളുടെ 2ാമത്തെ ടൈപ്പാണ് വരുന്നതെങ്കിൽ, ഓക്കെ, 2ാമത്തെ ടൈപ്പാണ് വരണമെങ്കിൽ അവിടെ നമ്മൾ നേരത്തെയുള്ള യൂസേജുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഐ എന്നോ, ഹി എന്നോ, ഷീ എന്നോ, ഇറ്റ് എന്നോ. 2ാമത്തെ ടൈപ്പ് ഞാൻ എന്തെന്നാ പറഞ്ഞേ? ഇമാജിനേഷൻസ് ആണ്, സങ്കല്പങ്ങളാണെന്ന് പറഞ്ഞല്ലോ. മനസ്സിലായല്ലോ? അപ്പൊ ഇമാജിനേഷനും സങ്കല്പങ്ങളുമായതുകൊണ്ട് ഐയുടെ കൂടെ ആയാലും ഹി, ഷീ, ഇറ്റ് പോലുള്ള സിംഗുലർ സബ്ജക്റ്റുകളുടെ കൂടെ ആയാലും വേർ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. വാസ് എന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇമാജിനറി സെന്റൻസിൽ എപ്പോഴും വാസ് വരത്തില്ല, ഏതേ വരത്തുള്ളൂ? വേറാണ് വരുന്നത്. ഇതൊക്കെ ഇതിന്റെ ബേസിക് ആയ കാര്യമാണ്. സിംഗുലറുടെ കൂടെ നിങ്ങൾക്ക് എന്ത് എഴുതാം? വേർ എഴുതാം, ഇമാജിനേഷൻ ആയതുകൊണ്ട് മാത്രം ട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി നോക്കാം ഇത് ഓരോന്നും എന്താണ് എന്ന് ഡീറ്റെയിൽ ആയിട്ട്. ഇതിന്റെ ഫസ്റ്റ് ടൈപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. ഫസ്റ്റ് ടൈപ്പിന്റെ പേരെന്തായിരുന്നു? പ്രോബബിൾ കണ്ടീഷൻ, നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. ഈ കണ്ടീഷണൽ ക്ലോസുകളെ നമുക്ക് 2 പാർട്ടായിട്ട്, 3 ടൈപ്പിനെ 2 പാർട്ടായിട്ട് തരംതിരിക്കാം കേട്ടോ. അതിലെ ഒരു ഭാഗം എന്ന് പറയുന്നത് കണ്ടീഷണൽ ക്ലോസ്. കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്ന ഭാഗം ഈ ഇഫ്, അൺലെസ്, ആസ് സൂൺ ആസ്, പ്രൊവൈഡഡ്, ഇതൊക്കെ നിങ്ങൾ എവിടെയാണോ എഴുതുന്നത് ആ ഭാഗത്തെയാണ് നമ്മൾ കണ്ടീഷണൽ ക്ലോസിന്റെ പാർട്ട് എന്ന് പറയുന്നത്. അതിനോട് ചേർന്ന് വരുന്ന മറ്റേ ഭാഗമാണ് മെയിൻ ക്ലോസ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഒരു ഭാഗം കണ്ടീഷണൽ ക്ലോസും ഒരു ഭാഗം മെയിൻ ക്ലോസും ആയിരിക്കും. ഒരു നിർബന്ധവുമില്ല ആദ്യം തന്നെ കണ്ടീഷണൽ ക്ലോസ് വരണം എന്ന് കേട്ടോ. തിരിച്ചോടലും വരാം, മെയിൻ ക്ലോസ് ഫ്രണ്ടിലും വരാം, കണ്ടീഷണൽ ക്ലോസ് ബാക്കിലോട്ടും പോകാം. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ചാർട്ടിൽ എന്ത് ചെയ്തിരിക്കുന്നത്? കണ്ടീഷണൽ ക്ലോസ് ആദ്യ പാർട്ടായും മെയിൻ ക്ലോസ് 2ാമത്തെ പാർട്ടായും എഴുതിയത്. തിരിച്ചും എക്സാമിന് ചോദിക്കും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് റിവേഴ്സ് ഓർഡറിൽ കൊടുത്താൽ മതി. അപ്പം മനസ്സിലായല്ലോ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഓക്കെ, അപ്പൊ നോക്കാം. കണ്ടീഷണൽ ക്ലോസിന്റെ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് പ്രോബബിൾ കണ്ടീഷൻ ആണ്. പ്രോബബിൾ കണ്ടീഷനില് കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്ന ഭാഗം വരുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും. ഏത് ടെൻസിലാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. സിമ്പിൾ പ്രസന്റിന്റെ ഫോമുല നമുക്ക് എല്ലാവർക്കും അറിയാലോ. സബ്ജക്റ്റ് പ്ലസ് V1 SOES സിംഗുലർ ആണെങ്കിൽ പ്ലസ് ഒബ്ജക്റ്റ്. അല്ല, നെഗറ്റീവ് ആണെങ്കിൽ സബ്ജക്റ്റ് കഴിഞ്ഞ് ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട്. സിംഗുലർ ആണെങ്കിൽ ഡസ് നോട്ട് എഴുതും, പ്ലൂറൽ ആണെങ്കിൽ ഡു നോട്ട് എന്ന് എഴുതി V1 എഴുതിയാൽ അത് സിമ്പിൾ പ്രസന്റിലാണ്. ഓക്കെ, അപ്പോ കണ്ടീഷണൽ ക്ലോസിന്റെ ആദ്യത്തെ ടൈപ്പ് വരുന്നത്, കണ്ടീഷണൽ ക്ലോസിന്റെ ഭാഗം, കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്ന ഭാഗം വരുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും. ഞാൻ അവിടെ കണ്ടീഷണൽ ക്ലോസ്, മെയിൻ ക്ലോസ് എന്ന് 2ആയി തിരിച്ചിട്ടുണ്ട്. അപ്പൊ കണ്ടീഷണൽ ക്ലോസ് നിൽക്കുന്നത് ഏത് ടെൻസിലാണ്? സിമ്പിൾ പ്രസന്റിലാണെങ്കിൽ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെ എഴുതണം? സബ്ജക്റ്റ് ചെയ്തതിന് ശേഷം അതിനോട് ചേർത്ത് വില്ലോ അല്ലെങ്കിൽ ഷാല് അല്ലെങ്കിൽ ക്യാൻ അല്ലെങ്കിൽ മേ. വില്ലോ, ഷാലോ, ക്യാനോ, മേയോ, ഇതിൽ ഏതെങ്കിലും ഒന്ന്, 4ഉം കൂടെ എഴുതരുത് കേട്ടോ. ഏതെങ്കിലും ഒന്ന് ചേർത്ത് V1 എഴുതണം. മനസ്സിലായോ? ആദ്യത്തെ ഭാഗം, തന്നിരിക്കുന്ന ഭാഗം കണ്ടീഷണൽ ക്ലോസ് ആണ് തന്നിരിക്കുന്നെങ്കിൽ അത് ഏത് ടെൻസിലാണെങ്കിലാ? സിമ്പിൾ പ്രസന്റിലാണെങ്കിൽ V1 SES ചേർന്നിട്ടോ അല്ല ഡു നോട്ട്, ഡസ് നോട്ട് ചേർന്നിട്ടോ വന്നാൽ നിങ്ങൾക്ക് അസ്യൂം ചെയ്യണം എന്തെന്ന്? സിമ്പിൾ പ്രസന്റ് ആണെന്ന്. സോ മെയിൻ ക്ലോസ് എങ്ങനെ എഴുതിയാൽ മതി? സബ്ജക്റ്റിന് ശേഷം ഒന്നില്ലെങ്കിൽ വില്ല് എഴുതുക, അല്ലെങ്കിൽ ഷാൽ എഴുതുക, അല്ലെങ്കിൽ ക്യാൻ എഴുതുക, അല്ലെങ്കിൽ മേ എഴുതുക, എന്നിട്ട് V1 എഴുതുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതി V1 എഴുതിയാൽ മതി. ക്ലിയർ ആയല്ലോ? ഒരു കാര്യം പ്രത്യേകം ഓർക്കുമല്ലോ, അൺലെസ് എഴുതുന്ന സമയത്ത് ഡു നോട്ട്, ഡസ് നോട്ട് എഴുതേണ്ട ആവശ്യമില്ല. കാരണം അൺലെസ് എപ്പോഴും നെഗറ്റീവ് ആണ്. ഇഫിന്റെ കൂടെ നെഗറ്റീവിലോട്ട് മാറ്റാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നെഗറ്റീവുകൾ ചേർക്കാം. മീനിങ് കറക്റ്റ് ആയിട്ട് നോക്കണം കേട്ടോ. ആദ്യം പറഞ്ഞതിന് സപ്പോർട്ട് ചെയ്യുന്ന മീൻസ്, അതായത് ആദ്യം പറഞ്ഞ മീനിങ്ങിന് മാച്ച് ചെയ്യുന്ന മീനിങ് ആയിരിക്കും 2ാമത്തെ ഭാഗത്ത് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 2 ഭാഗം നെഗറ്റീവ് ആക്കാം, 2 ഭാഗം പോസിറ്റീവ് ആക്കാം, ഒരു ഭാഗം നെഗറ്റീവ്, ഒരു ഭാഗം പോസിറ്റീവ്, അങ്ങനെയൊക്കെ ആക്കാം. മീനിങ് ഫുൾ ആയി വരണം എന്ന് മാത്രമേ ഉള്ളൂ. മീനിങ് ലെസ് ആയി എഴുതി വെക്കാൻ പാടില്ല. പക്ഷെ അൺലെസ് എഴുതുമ്പോൾ ആ ഭാഗം എപ്പോഴും നെഗറ്റീവ് ആണ് എന്ന് ഓർത്തോളൂ. എക്സാമ്പിൾ ശ്രദ്ധിക്കാം നമുക്ക്. സിമ്പിൾ പ്രസന്റിന്റെ ഫസ്റ്റ് ടൈപ്പ് സിമ്പിൾ പ്രസന്റ് വരുന്നതിന്റെ കേട്ടോ. നോക്കൂ, ഇഫ് ഇറ്റ് റെയിൻസ്. ഇഫ് ഇറ്റ് റെയിൻസ് ഏതാ ടെൻസ്? റെയിൻസ്. ഇറ്റിന്റെ കൂടെ റെയിൻസ് വന്നപ്പം സിമ്പിൾ പ്രസന്റ് ആണ്, ഇഫ് ക്ലോസ് ആണ് തന്നിരിക്കുന്നത്. ഇഫ് ഇറ്റ് റെയിൻസ് എന്നെഴുതി ഞാൻ മറുഭാഗം മെയിൻ ക്ലോസ് എങ്ങനെ എഴുതിയേ? വി ഷാൽ ക്യാൻസൽ ദ മാച്ച്.
റെയിൻസ് എന്ന പ്രസന്റ് ടെൻസ് കണ്ടപ്പോ ഷാൽ ക്യാൻസൽ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. വി ആയതുകൊണ്ട് ഞാൻ ഷാൽ ഓപ്റ്റ് ചെയ്തേ ഉള്ളൂ. വി ഷാൽ ക്യാൻസൽ ദ മാച്ച്. ഷാൽ പ്ലസ് V1 എന്നല്ലേ എഴുതിയിരിക്കുന്നേ. ഓക്കെ, ഇപ്പോ ഇഫ് ചേർത്ത് എഴുതിയത് കൊണ്ട് രണ്ട് ഭാഗവും ഞാൻ പോസിറ്റീവ് ആയിട്ടാ പറഞ്ഞത്. ഇനി എനിക്കിത് രണ്ടും എന്തും ചെയ്യാം, നെഗറ്റീവും ആക്കാം. എങ്ങനെ എഴുതും ഞാൻ? ഇഫ് ഇറ്റ് ഡസ് നോട്ട് റെയിൻ, സിമ്പിൾ പ്രസന്റിൽ എഴുതണമെങ്കിൽ ഡസ് എഴുതണം ഇറ്റിന്റെ കൂടെ അല്ലേ. സിംഗുലർ ആണല്ലോ, പ്ലൂറൽ ആണെങ്കിൽ ഡു എഴുതത്തുള്ളൂ. അപ്പൊ ഇഫ് ഇറ്റ് ഡസ് നോട്ട് റെയിൻ വി ഷാൽ നോട്ട് ക്യാൻസൽ ദ മാച്ച്. മഴ പെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, മാച്ച് ക്യാൻസൽ ചെയ്യില്ല. മഴ പെയ്തു എങ്കിൽ നമ്മൾ മാച്ച് ക്യാൻസൽ ചെയ്യും എന്ന് ആദ്യത്തെ പോസിറ്റീവ് സെന്റൻസുകൾ പറഞ്ഞു. രണ്ടാമത്തേത് മഴ പെയ്തില്ലെങ്കിൽ നമ്മൾ മാച്ച് ക്യാൻസൽ ചെയ്യില്ല എന്ന് രണ്ടു ഭാഗവും നെഗറ്റീവ് ആക്കിയും പറഞ്ഞു. ഓക്കെ, അപ്പൊ രണ്ടു ഭാഗത്തും നെഗറ്റീവ് ഡസ് നോട്ട് എന്നും ഷാൽ നോട്ട് എന്നും കണ്ടുല്ലോ. ഓക്കെ, എന്നാൽ അൺലെസ് വെച്ചൊരു എക്സാമ്പിൾ ഞാൻ പറയാണ്. അൺലെസ് യു വർക്ക് ഹാർഡ്. അൺലെസ് യു വർക്ക് ഹാർഡ് നെഗറ്റീവ് ആണ്. ഹാർഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ അൺലെസ് യു വർക്ക് ഹാർഡ്, അവിടെ നിങ്ങൾക്ക് നോട്ട് ചേർക്കണ്ട, ബിക്കോസ് ഓൾറെഡി ഒരു നോട്ട് അവിടെ ഉണ്ട്. അൺലെസ്, മനസ്സിലായോ? അൺലെസ് യു വർക്ക് ഹാർഡ് യു വിൽ ഫെയിൽ. ഓക്കെ, യു വിൽ ഫെയിൽ എന്ന മെയിൻ ക്ലോസ് പോസിറ്റീവ് ആണ് അല്ലെ, അവിടെ ഞാൻ നെഗറ്റീവ് ഒന്നും ചേർത്തിട്ടില്ല. അൺലെസിന്റെ ഭാഗമായ കോമയ്ക്ക് മുമ്പുള്ള അൺലെസ് ഇരിക്കുന്ന ഭാഗം മാത്രമേ നെഗറ്റീവ് ആയിട്ടുള്ളൂ. മറുഭാഗം ഞാൻ എന്താ പറഞ്ഞേ, യു വിൽ ഫെയിൽ. അൺലെസ് യു വർക്ക് ഹാർഡ് യു വിൽ ഫെയിൽ. ഓക്കെ, എന്നാൽ എനിക്ക് ഇതിന് രണ്ട് ഭാഗത്തെ, അപ്പൊ ഒരു ഭാഗം നെഗറ്റീവ്, അൺലെസ് എഴുതിയ ഭാഗം നെഗറ്റീവ്, മറുഭാഗം മെയിൻ ക്ലോസ് എന്ന് പറയുന്ന പോസിറ്റീവ് ആണ്. എന്നാൽ എനിക്ക് ഇതിനെ നെഗറ്റീവ് ആക്കി മാറ്റാം, രണ്ട് ഭാഗവും നെഗറ്റീവ് ആക്കാം. എങ്ങനെ എഴുതും? അൺലെസ് യു വർക്ക് ഹാർഡ് യു വിൽ നോട്ട് പാസ്. വിൽ നോട്ട് പാസ്, വിൽ നോട്ട് ഫെയിൽ എന്ന് എഴുതാൻ പറ്റുമോ? മീനിങ് ശരിയാവില്ല. ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ യു വിൽ നോട്ട് പാസ് എന്ന് എഴുതാൻ പറ്റില്ലല്ലോ. സോറി, യു വിൽ നോട്ട് ഫെയിൽ എന്ന് എഴുതാൻ പറ്റില്ലല്ലോ. ഞാൻ എന്ത് എഴുതിയേ? യു വിൽ നോട്ട് പാസ് എന്നാണ് എഴുതിയത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടെ വിൽ നോട്ട് എന്ന് എഴുതിയപ്പോ ഈ ഭാഗവും എന്തായിരിക്കുന്നു? നെഗറ്റീവ് ആയിരിക്കുന്നു. ഒരിക്കലും യു വിൽ നോട്ട് ഫെയിൽ എന്ന് എഴുതിയാൽ മീനിങ് ശരിയാണോ? അൺലെസ് യു വർക്ക് ഹാർഡ് യു വിൽ നോട്ട് ഫെയിൽ. ഹാർഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ നീ ഫെയിൽ ആകില്ല എന്നോ അങ്ങനെ പറഞ്ഞാൽ മീനിങ്ലെസ് അല്ലേ? സെന്റൻസ് കറക്റ്റ് മീനിങ്ങിൽ അല്ലല്ലോ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? വിൽ നോട്ട് പാസ് എന്ന നെഗറ്റീവ് സെന്റൻസ് അവിടെ വെർബിനെ മാറ്റി പാസ് എന്ന് എഴുതി. ക്ലിയർ ആയോ? അപ്പോ ഇത് രണ്ട് ഭാഗങ്ങളിലും, അതായത് മെയിൻ ക്ലോസിന്റെ ഭാഗം നമ്മൾ വില്ല് ഷാല് ചേർത്ത് എഴുതാനുള്ള കാരണം കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്ന ഭാഗം ഇരിക്കുന്നത് സിമ്പിൾ പ്രസന്റിലായതുകൊണ്ടാണ്. സിമ്പിൾ പ്രസന്റിലാകുമ്പോഴാണ് ആ ഭാഗം എന്താവുന്നത്? വില്ലോ ഷാലോ ക്യാനോ മേയോ വന്ന് V1 ആകുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഫസ്റ്റ് ടൈപ്പ് ഒരു ഡൗട്ടും ഇല്ലല്ലോ. ഫൈൻ. ഇനി ഇതിന്റെ രണ്ടാമത്തെ ടൈപ്പ് നമുക്ക് നോക്കാം. സെക്കൻഡ് ടൈപ്പിൽ എങ്ങനെയാണ് ഇഫ് ക്ലോസ് വരുന്നത് എന്ന് നോക്കാം. ഓർഡർ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. മെയിൻ ക്ലോസ് കണ്ടീഷണൽ ക്ലോസ് ആൻഡ് മെയിൻ ക്ലോസ് എന്ന ഓർഡറിൽ. രണ്ടാമത്തെ ടൈപ്പിന്റെ പേരെന്താ? ഇംപ്രോബബിൾ കണ്ടീഷൻ അല്ലെ. ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും വരുന്ന ഇംപ്രോബബിൾ കണ്ടീഷൻ ആണ്. നോക്കൂ, ഇംപ്രോബബിൾ കണ്ടീഷനില് കണ്ടീഷണൽ ക്ലോസിന്റെ ഭാഗം ഇരിക്കുന്ന ടെൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റിലാണ്. ആദ്യത്തെ ടൈപ്പിൽ പ്രസന്റ് ടെൻസ് വന്നു എങ്കിൽ അത് രണ്ടാമത്തെ ടൈപ്പിലോട്ട് നമ്മൾ മാറ്റി എഴുതിയാൽ ടെൻസ് ഏതായിരിക്കും? സിമ്പിൾ പാസ്റ്റിലായിരിക്കും. സിമ്പിൾ പാസ്റ്റ് എന്താ ഫോർമുല? സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ സബ്ജക്ട് പ്ലസ് ഡിഡ് നോട്ട് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. ഡിഡ് നോട്ട് എന്ന് പറയുന്ന അറിയാലോ നമുക്ക്. ഡിഡ് നോട്ടിന്റെ കൂടെ നമ്മൾ എന്ത് എഴുതത്തുള്ളൂ? V1 എഴുതത്തുള്ളൂ. അപ്പൊ ഡിഡ് വന്നാലും V2 ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. ഡിഡ് ഇല്ലാതെ V2 ആയിട്ട് വന്നാലും സിമ്പിൾ പാസ്റ്റ് ആണ്. പക്ഷെ ഒരിക്കലും ആരുടെ കൂടെ ഡിഡ് നോട്ട് എന്ന് എഴുതി വെക്കരുത്? അൺലെസിന്റെ കൂടെ ഡിഡ് നോട്ട് എഴുതരുത്. കാരണം അൺലെസ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, ഡിഡ് നോട്ടിന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പൊ V2 ഫോമിലാണ് കണ്ടീഷണൽ ക്ലോസിന്റെ ഭാഗം വരുന്നതെങ്കിൽ മെയിൻ ക്ലോസ് നിങ്ങൾ എങ്ങനെ എഴുതണം നോക്കൂ. നേരത്തെ നമ്മൾ വില്ലേ ഷാല എന്നല്ലേ ഫസ്റ്റ് ടൈപ്പിൽ പറഞ്ഞ പ്രസന്റിൽ വന്നാൽ ഇപ്പൊ അതിന് ചെറിയൊരു മാറ്റം വരും. വില്ലിനെ പോയിട്ട് വുഡ് ആക്കുക, ഷാലിനെ ഷുഡും, ക്യാനിനെ കുഡും, മേനെ മൈറ്റും ആക്കുക. നേരത്തെ വിൽ ഷാൽ ക്യാൻ മേ ആണെങ്കിൽ ഇവിടെ വുഡ് ഷുഡ് കുഡ് മൈറ്റ് V1 എന്നാണ്. വെർബ് മാറില്ല. ആര് മാത്രമേ മാറുള്ളൂ? വില്ല് പോയി വുഡാകും, ഷാല് പോയി ഷുഡാകും, ക്യാൻ പോയി കുഡാകും, മേ പോയി മൈറ്റ് ആകും എന്നേ ഉള്ളൂ രണ്ടാമത്തെ ടൈപ്പിൽ. ബിക്കോസ് ഇവിടെ വരുന്നത് ആദ്യ ഭാഗം വരുന്നത് കണ്ടീഷണൽ ക്ലോസിന്റെ ഭാഗം വരുന്നത് പാസ്റ്റ് ടെൻസിലാണ്, അതുകൊണ്ട് മാത്രം. ഇനി അതേ എക്സാമ്പിൾ നമ്മൾ ഈ ടൈപ്പിലോട്ട് മാറ്റി എഴുതാണ്. ഏതാണ്?
ഇഫ് ഇറ്റ് റെയിൻഡ് അല്ലെ, നേരത്തെ റെയിൻസ് ആയിരുന്നെങ്കിൽ ഇപ്പൊ എന്തായി മാറി, റെയിൻഡ് എന്ന V2 ആയി മാറി. സോ ഞാൻ എന്ത് എഴുതിയേ, വി ഷുഡ് ക്യാൻസൽ ദ മാച്ച്. ഷാലിന് പകരം എന്ത് എഴുതി, ഷുഡ് ക്യാൻസൽ എന്ന് എഴുതി. ഇനി നെഗറ്റീവ് പറയുകയാണെങ്കിലോ, ഇഫ് ഇറ്റ് ഡിഡ് നോട്ട് റെയിൻ, ഡിഡ് എഴുതി. ഇഫ് ഇറ്റ് ഡിഡ് നോട്ട് റെയിൻ വി ഷുഡ് നോട്ട് ക്യാൻസൽ ദ മാച്ച്. ക്ലിയർ ആയല്ലോ. ഇനി അൺലെസ് എഴുതുകയാണെങ്കിലോ, അൺലെസ് യു വർക്ക്ഡ് ഹാർഡ്, വർക്ക് പോയി എന്തായി, വർക്ക്ഡ് ഹാർഡ് എന്ന നെഗറ്റീവ്. അൺലെസ് യു വർക്ക്ഡ് ഹാർഡ് യു വുഡ് ഫെയിൽ. മനസ്സിലായോ, വുഡ് ഫെയിൽ, വിൽ ഫെയിൽ പോയി എന്തായി, വുഡ് ഫെയിൽ ആയി. ഇനി മറ്റേത് രണ്ടു ഭാഗവും നെഗറ്റീവ് ആക്കാൻ, അൺലെസ് യു വർക്ക്ഡ് ഹാർഡ് അത് എപ്പോഴും നെഗറ്റീവ് ആണ്. യു വുഡ് നോട്ട് പാസ്. മനസ്സിലായല്ലോ, യു വുഡ് നോട്ട് പാസ് എന്ന ഇത് വന്നു പാസ്റ്റ് ഫോമിലോട്ട് മാറി, പ്ലസ് നെഗറ്റീവ് ആയി മാറി, വുഡ് നോട്ട് പാസ്. ക്ലിയർ ആയോ രണ്ടാമത്തെ ഭാഗം എല്ലാവർക്കും? അപ്പൊ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ മെയിൻ ക്ലോസ് എന്തായിരിക്കും, വിൽ, ഷാൽ, ക്യാൻ, മേ, V1. പാസ്റ്റ് ടെൻസിൽ കണ്ടീഷണൽ ക്ലോസ് വന്നാൽ ഇപ്പുറത്ത് എന്താവും, വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്, V1. ഇതിൽ ഏതെങ്കിലും ഒന്ന്, വുഡോ ഷുഡോ കുഡോ മൈറ്റ് ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ട് V1 എഴുതാന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ്. ഇനി നമുക്കിതിന്റെ മൂന്നാമത്തെ ടൈപ്പിലോട്ട് കിടക്കാം. എന്താണ് മൂന്നാമത്തെ ടൈപ്പ്? ഇംപോസിബിൾ കണ്ടീഷൻ എന്ന് പറയുന്ന മൂന്നാമത്തെ ടൈപ്പ്. മൂന്നാമത്തെ ടൈപ്പിലാണ് നമ്മുടെ കണ്ടീഷണൽ ക്ലോസ് വരുന്നതെങ്കിൽ കണ്ടീഷണൽ ക്ലോസിന്റെ ഭാഗം ഇരിക്കുന്ന ടെൻസ് എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റിലായിരിക്കും. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഫോർമുല? സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3. നെഗറ്റീവ് ആക്കണമെങ്കിൽ ഹാഡ് നോട്ട് V3. മനസ്സിലായല്ലോ, സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 വരുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. അതായത് നമ്മുടെ മൂന്നാമത്തെ ടൈപ്പായ ഇംപോസിബിൾ കണ്ടീഷണൽ പാസ്റ്റ് പെർഫെക്റ്റിലാണ് കണ്ടീഷണൽ ക്ലോസ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മെയിൻ ക്ലോസ് നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. സബ്ജക്റ്റ് എഴുതിയതിന് ശേഷം നേരത്തെ രണ്ടാമത്തിൽ നമ്മൾ വുഡ്, ഷുഡ് എന്ന് പറഞ്ഞില്ലേ, അതിന്റെ കൂടെ ഒരു ഹാവ് ചേർത്ത് കൊടുക്കുക. വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ്, മൈറ്റ് ഹാവ് പ്ലസ് V3. വെർബ് മൂന്നാമത്തെ ഫോമിലോട്ട് മാറ്റണം. മനസ്സിലായല്ലോ, ആദ്യത്തെ രണ്ടെണ്ണത്തിലും വെർബ് മെയിൻ ക്ലോസിൽ V1 തന്നെയാണെങ്കിൽ ഇവിടെ എന്തായി, വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ്, മൈറ്റ് ഹാവ്, V3. ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്നൊരു മീനിങ് ആ വരിക. ഓക്കെ, V3 ഫോമിലോട്ട് നമ്മൾ മാറ്റി എഴുതി. എന്തുകൊണ്ടാണ്? കണ്ടീഷണൽ ക്ലോസിന്റെ ഭാഗം പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് പ്ലസ് V3 ആണ്. സോ മെയിൻ ക്ലോസ് എന്തായിരിക്കണം? വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ്, മൈറ്റ് ഹാവ് പ്ലസ് V3 എന്നായിരിക്കണം. അൺലെസ് വെച്ച് എഴുതുമ്പോൾ ഈ ടൈപ്പ് ഇല്ല എന്ന് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതാണ്. നമുക്ക് ഇഫ് വെച്ച് മാത്രമേ ഇവിടെ എഴുതാൻ പറ്റുള്ളൂ, അൺലെസ് വെച്ച് എഴുതരുത്. ബാക്കിയുള്ള വാക്കുകളൊക്കെ വെച്ച് എഴുതാം കേട്ടോ. ബാക്കിയുള്ള നമ്മൾ പ്രൊവൈഡഡും ആസ് ലോങ് ആസും സോ ലോങ് ആസ് ഒക്കെ പറഞ്ഞില്ലേ, അതൊക്കെ വെച്ചിട്ട് എഴുതില്ല, പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, കഴിഞ്ഞ രണ്ട് ഫസ്റ്റിലും സെക്കൻഡിലും നമ്മൾ ഡു നോട്ട്, ഡസ് നോട്ട്, ഡിഡ് നോട്ട് എന്നൊക്കെ കണ്ടുല്ലോ. അതുപോലെ ഇവിടെ നമുക്ക് ആരാ വരുന്നത്? ഹാഡ്, നോട്ട് ആണ് നെഗറ്റീവ് ആക്കുന്നതിന് വേണ്ടി വരുന്നത്. അൺലെസ്സിന് ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നോക്കാം, നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇഫ് ഇറ്റ് ഹാഡ് റെയിൻഡ് അല്ലെ, ഹാഡ് റെയിൻഡ് എന്ന് പറഞ്ഞപ്പോൾ ഏത് ടെൻസിലോട്ട് മാറി? പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറി. അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ? മെയിൻ ക്ലോസ് വി ഷുഡ് ഹാവ് ക്യാൻസൽഡ് ദ മാച്ച്. ക്യാൻസൽഡ് എന്ന് മാറ്റി ഷുഡ് ഹാവ് എന്ന് എഴുതി. ഓക്കെ, നെഗറ്റീവ് എഴുതാണെങ്കിലോ, ഇഫ് ഇറ്റ് ഹാഡ് നോട്ട് റെയിൻഡ്, ഇഫ് ഇറ്റ് ഹാഡ് നോട്ട് റെയിൻഡ് വി ഷുഡ് നോട്ട് ഹാവ്, ഷുഡ് കഴിഞ്ഞ് നോട്ട് എഴുതാം കേട്ടോ, വി ഷുഡ് നോട്ട് ഹാവ് ക്യാൻസൽഡ് ദ മാച്ച് എന്ന് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ എഴുതി. രണ്ട് ഭാഗത്തും, ഒരു ഭാഗം പാസ്റ്റ് പെർഫെക്റ്റ്, ഇപ്പുറത്ത് ഫ്യൂച്ചർ പെർഫെക്റ്റും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ടെൻസിന്റെ പേരൊന്നും ഓർത്തു വെക്കേണ്ട, കറക്റ്റ് ആയിട്ട് രണ്ട് ഭാഗവും നോക്കാനുള്ള കാര്യം ഓർത്താൽ മതി. ഓക്കെ, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടീഷണൽ ക്ലോസ് തന്ന് മെയിൻ ക്ലോസ് കണ്ടുപിടിക്കാൻ പറയും, മെയിൻ ക്ലോസ് തന്ന് കണ്ടീഷണൽ ക്ലോസ് കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ നിങ്ങൾ എന്താ നോക്കണ്ടേ? കണ്ടീഷണൽ ക്ലോസ് തന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ടെൻസ് നോക്കാം. അല്ല, മെയിൻ ക്ലോസ് ആണ് തന്നിരിക്കുന്നത്, വില്ലാണോ, ഷാലാണോ, അല്ല വുഡ് ആണോ, ഷുഡ് ആണോ, വുഡ് ഹാവ്, ഷുഡ് ഹാവ് ആണോ നോക്കിയിട്ട് ഈ ഭാഗത്ത് V1 എഴുതണോ, പ്രസന്റിൽ എഴുതണോ, പാസ്റ്റിൽ എഴുതണോ, പാസ്റ്റ് പെർഫെക്റ്റിൽ എഴുതണോ എന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പൊ 3 പാർട്ടുകളും 3 ടെൻസുകളും എല്ലാവർക്കും മനസ്സിലായോ? കണ്ടീഷണൽ ക്ലോസിൽ ഉപയോഗിക്കുന്ന 3 പ്രധാന ടെൻസുകൾ ഏതാണ്? ഒന്നല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റ്, അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ്, അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അൺലെസ്സിന് മൂന്നാമത്തെ ഭാഗം ഇല്ല എന്നത് ഓർത്തു വെച്ചോളൂ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക,
ഈ കണ്ടീഷണൽ ക്ലോസുകൾ നേരത്തെ നമ്മൾ പറഞ്ഞ ആസ് സൂൺ ആസും ആസ് ലോങ് ആസും ഇഫും അൺലെസ്സും ഒക്കെ വെച്ചാണ് നമ്മൾ ഈ 3 പഠിച്ചത്, ഈ 3 ടൈപ്പുകളായിട്ട് പഠിച്ചത്. എന്നാൽ ഈ പറഞ്ഞ കണ്ടീഷണൽ സെന്റൻസുകളിലെ വാക്കുകളൊന്നുമില്ലാതെ, ഇഫും അൺലെസ്സും പോലുള്ളതൊന്നുമില്ലാതെ ഒരു സെന്റൻസ് ഹാഡിൽ ബിഗിൻ ചെയ്യാന്ന് വിചാരിച്ചോ. കണ്ടീഷണൽ വേർഡുകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല, കണ്ടീഷണൽ ക്ലോസിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേർഡുകൾ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ സെന്റൻസ് ബിഗിൻ ചെയ്യുന്നത് ഹാഡിലാണെങ്കിൽ അത് ഇഫ് ക്ലോസിന്റെ 3ാമത്തെ ടൈപ്പ് പോലെയാണ് എഴുതേണ്ടത്. 3ാമത്തെ ടൈപ്പിന് തുല്യമാണ് എന്ന് ഓർത്താൽ മതി. ഇഫും അൺലെസ്സും ഒന്നും കാണില്ല. പക്ഷെ എന്താ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടേ? സെന്റൻസ് തുടങ്ങുന്നത് എന്തിലായിരിക്കണം? ഹാഡിലായിരിക്കണം. അങ്ങനെ വന്നാൽ ഏത് ടൈപ്പ് ചെയ്യുന്ന പോലെ ചെയ്താൽ മതി? 3ാമത്തെ ടൈപ്പ് ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി. വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ്, മൈറ്റ് ഹാവ്, ഈ 3 എന്ന് എഴുതിയാൽ മതി. ഒരു എക്സാമ്പിൾ ഞാൻ താഴെ എഴുതിയിട്ടുണ്ട്. ഹാഡ് ഐ നോൺ ഹർ. ഹാഡ് ഐ നോൺ, ഹാഡിൽ തുടങ്ങിയിരിക്കുന്നു. ഐ എന്ന സബ്ജക്റ്റ്, നോൺ എന്ന V3, പാസ്റ്റ് പെർഫെക്റ്റ് അല്ലേ? എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? മെയിൻ ക്ലോസ് എന്ത് എഴുതി? ഐ വുഡ് ഹാവ് പെർമിറ്റഡ് ഹർ ടു എൻ്റർ മൈ റൂം. ഐ വുഡ് ഹാവ് പെർമിറ്റഡ്, വുഡ് ഹാവ് പെർമിറ്റഡ് എന്നാണ് എഴുതിയത്. ബിക്കോസ് ഹാഡിലാണ് സെന്റൻസ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ 3ാമത്തെ ടൈപ്പ് ചെയ്യുന്ന പോലെയല്ലേ ഞാൻ ചെയ്തത്? ഇഫോ അൺലെസ്സോ ആസ് സൂണസോ വല്ലതും ഇവിടെ ഉണ്ടോ? ഇല്ല. പക്ഷെ സെന്റൻസ് ഹാഡിൽ തുടങ്ങിയാലും ഇഫ് ക്ലോസിന്റെ 3ാമത്തെ ടൈപ്പിന് തുല്യമായി കണക്കാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. PSC ഇത് എപ്പോഴും വരുന്ന ഒരു സംഭവമാണ് കേട്ടോ. കണ്ടീഷണൽ ക്ലോസുകൾ ചിലപ്പോൾ ചോദ്യത്തിൽ ഉണ്ടാവും. ഇതും സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ പ്രത്യേകം ഓർത്തു വെച്ചോളൂ. ഹാഡ് സെന്റൻസിന്റെ ബിഗിനിങ്ങിൽ ഉണ്ടെങ്കിൽ 3ാമത്തെ ടൈപ്പ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്താൽ മതി എന്നാണ് ഉദ്ദേശിക്കേണ്ടത്. ക്ലിയർ ആയല്ലോ 3ാമത്തെ ടൈപ്പും ഈ ഹാഡിന്റെ കാര്യവും? ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഇതിൽ നിന്ന് ഇത്രയേ ഉള്ളൂ ബേസിക് ആയിട്ടുള്ള കാര്യം. കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടെ നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ചോളൂ, ചാട്ട് ശ്രദ്ധിച്ചോളൂ. ഇപ്പം നമ്മൾ കണ്ടീഷണൽ ക്ലോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാസ്റ്റ് ടെൻസ് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇമാജിനറി സെന്റൻസിനെ സൂചിപ്പിക്കുന്നത് കൊണ്ട് പാസ്റ്റ് ടെൻസുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നാ പറഞ്ഞേ? കണ്ടീഷണൽ ക്ലോസിന്റെ പാസ്റ്റ് ടൈപ്പ് വരികയാണ്, പാസ്റ്റിലാണ് ചോദ്യം വരണമെങ്കിൽ ഇമാജിനേഷനെ സൂചിപ്പിക്കുമ്പോൾ വാസിന് പകരം എന്ത് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു? വേറെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ? അതെന്തായാലും ഓർത്ത് വെക്കുക കേട്ടോ. അങ്ങനെ വേറെ എന്ന് കണ്ടീഷണൽ ക്ലോസിന്റെ സെക്കൻഡ് ടൈപ്പിൽ വരികയാണെങ്കിൽ മെയിൻ ക്ലോസിൽ നിങ്ങൾ വുഡ് മാത്രമേ യൂസ് ചെയ്യാവൂ. ഷുഡ്, കുഡ്, മൈറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. നേരത്തെ ഞാൻ എന്താ പറഞ്ഞേ? ബേസിക് പഠിപ്പിക്കുമ്പോൾ ഇത് 4 ഏത് വേണമെങ്കിലും എഴുതിക്കോ, വുഡോ, ഷുഡോ, കുഡോ, മൈറ്റോ എന്നല്ലേ പറഞ്ഞത്. എന്നാൽ കണ്ടീഷണൽ ക്ലോസിന്റെ പാസ്റ്റ് ടെൻസിൽ വേറെ എന്ന വെർബ് V2 ആയി വന്നാൽ മെയിൻ ക്ലോസിൽ എന്ത് മാത്രമേ ഓപ്റ്റ് ചെയ്യാവൂ? വുഡ് മാത്രമേ ഓപ്റ്റ് ചെയ്യാവൂ. ഓപ്ഷനിൽ അവർ 4 കൂടെ തരാം. വുഡും, ഷുഡും, കുഡും, മൈറ്റും ചേർന്ന് തരാം. നിങ്ങൾ ഏത് മാത്രം എഴുതുക? കണ്ടീഷണൽ ക്ലോസിൽ വേറുണ്ടോ? മെയിൻ ക്ലോസിൽ ആര് വേണം? വുഡ് വേണം എന്ന് ഓർക്കുക. ഒരു എക്സാമ്പിൾ ഞാൻ താഴെ എഴുതിയിട്ടുണ്ട്. ഇഫ് ഐ വേർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ. മനസ്സിലായോ? ഇഫ് ഐ വേർ എ ബേർഡ്, ഐ വേർ എന്ന V2 ആണ്. അപ്പൊ ഇപ്പുറത്ത് ഞാൻ ഐ വുഡ് ഫ്ലൈ എന്നാണ് ഇത്. ഷുഡ്, കുഡ് എന്നൊന്നും കൊണ്ട് ചേർത്തിട്ടില്ല. അപ്പൊ വേറെ വന്നാൽ വുഡ് വേണം എന്നുകൂടെ ഒരു റൂൾ ഉണ്ട്, അത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്യുന്ന കുറച്ച് എക്സാമ്പിളുകൾ, ഈസി ആയിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുമെങ്കിലും ചിലപ്പോൾ ഇച്ചിരി കൺഫ്യൂസിങ് ആയിട്ട് വരുന്ന കാര്യങ്ങളുമുണ്ട്. അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിളുകൾ നമുക്ക് നോക്കാം കേട്ടോ. നോക്കൂ, താഴെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇഫ് ഷീ ഇൻവൈറ്റ്സ് ഹിം. ഇഫ് ഷീ ഇൻവൈറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി സിമ്പിൾ പ്രസന്റ് ആണെന്നല്ലേ? ഇഫ് ഫസ്റ്റ് ടൈപ്പിലാ. ഇഫ് ഷീ ഇൻവൈറ്റ്സ് ഹിം ഹി വിൽ കം. ഇൻവൈറ്റ്സ് അപ്പൊ വിൽക്കാം. ഓക്കെ, V1 ആയതുകൊണ്ട് വിൽക്കാം. വെരി ഈസി. ഇനി ഇതിന്റെ സെക്കൻഡ് ടൈപ്പ് എഴുതാണെങ്കിൽ ഇഫ് ഷീ ഇൻവൈറ്റഡ് ഹിം, V2 എഴുതി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇപ്പുറത്ത് ഷീ വുഡ് കം, സോറി ഹി വുഡ് കം. അപ്പോൾ വുഡ് പ്ലസ് V1, ഹി വുഡ് കം. ഇവിടെ ഇൻവൈറ്റഡ് ആയി മാറിയപ്പോൾ ഇപ്പുറത്ത് വുഡ് കം എന്ന് എഴുതി. ഇനി ഇതിന്റെ 3ാമത്തെ ടൈപ്പ് ഇഫ് ഷീ ഹാഡ് ഇൻവൈറ്റഡ് ഹിം. ഹാഡ് ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മെയിൻ ക്ലോസ് എന്ത് എഴുതി? ഹി വുഡ് ഹാവ് കം. കം, കെയിം, കം. V3യും കം തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് വുഡ് ഹാവ് കം എന്ന് എഴുതിയത്. ഓക്കെ, ഇങ്ങനെ ഈസി ആയിട്ട് ചോദ്യങ്ങൾ വരുമ്പോൾ ഇത്ര മാത്രം നോക്കുക. എന്നാൽ താഴെ ഒരു ചോദ്യം എഴുതിയിട്ടുണ്ട് ഞാൻ. എന്താണത്? ഇഫ് ഐ ഹാവ് മണി, ഓക്കെ, ഐ വിൽ ബൈ എ കാർ. ഈ ബി ഫാമിലികളും ഹാവ് ഫാമിലികളും മെയിൻ വെർബായിട്ടും വരും. നമ്മുടെ പ്രൈമറി ഓക്സിലറി വെർബുകളുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ. മെയിൻ വെർബായിട്ടും വരും, ഓക്സിലറി വെർബായിട്ടും വരും. അപ്പൊ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമ്മൾ മുമ്പത്തെ ടോപ്പിക്കുകളിൽ ചെയ്തിട്ടുണ്ട്, ഓർക്കുമല്ലോ അത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക. ഇഫ് ഐ ഹാവ് മണി, ഇവിടെ ഹാവ് ഒരു വെർബാണ്, V1 ആണ് അത്. ഓക്കെ, അപ്പം ഞാൻ മെയിൻ ക്ലോസ് എന്ത് എഴുതി? ഐ വിൽ ബൈ എ കാർ എന്നാണ് എഴുതിയത്. ഇനി അതിന്റെ രണ്ടാമത്തെ ടൈപ്പ് ഇഫ് ഐ ഹാഡ് മണി. ഇവിടെ ഹാഡ് ഓക്സിലറി വെർബ് അല്ല, വെർബാണ്. ഹാഡ് എന്ന V2 ആണ്. അപ്പൊ ഐ വുഡ് ബൈ എ കാർ എന്ന് മാറ്റി എഴുതി അല്ലേ? ഇനി 3ാമത്തതിലോ ഇഫ് ഐ ഹാഡ്
ഹാഡ് മണി. ഇതെന്താ 2 ഹാഡ് വന്നത്? ഇങ്ങനെ 2 ഹാഡ് വരുന്ന സെന്റൻസുകൾ കണ്ടിട്ടില്ലേ? യെസ്, 2 ഹാഡ് വരാനുള്ള കാരണം ഒരു ഹാഡ് ഓക്സിലറി വെർബും മറ്റേ ഹാഡ് മെയിൻ വെർബും. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാഡ് പ്ലസ് V3 അല്ലേ? അപ്പൊ ഹാഡ് ഓക്സിലറി ഒരെണ്ണം, മറ്റേ ഹാഡ് മെയിൻ വെർബ്. അപ്പൊ ഇഫ് ഐ ഹാഡ് മണി പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലായി. ഐ വുഡ് ഹാവ് ബോട്ട് എ കാർ. മനസ്സിലായോ? തേർഡ് ടൈപ്പിലോട്ട് മാറ്റി എഴുതി. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ കുട്ടികൾക്ക് എപ്പോഴും കൺഫ്യൂഷനാണ്. ഹാഡ് വന്നാൽ ഒരു ഡൗട്ടും വേണ്ട, അത് പാസ്റ്റ് പെർഫെക്റ്റ് 3ാമത്തെ ടൈപ്പ് എന്ന് ഓർത്തോളൂ. പക്ഷേ ചോദ്യത്തിൽ ഒരു ഹാഡേ ഉള്ളൂ എങ്കിൽ പിള്ളേരെപ്പോഴും വിചാരിക്കുന്ന അത് എപ്പോഴും തേർഡ് ടൈപ്പാണ്. ഹാഡ് കണ്ടാൽ എല്ലാവരും വിചാരിക്കും അത് തേർഡ് ടൈപ്പാന്ന് പറഞ്ഞ് തേർഡ് ടൈപ്പിന് ആൻസർ എഴുതും. പക്ഷെ ഇവിടുത്തെ സെക്കൻഡ് ടൈപ്പ് ഒന്ന് നോക്കൂ. സെക്കൻഡ് ടൈപ്പിലല്ലേ ഹാഡ് വന്നിരിക്കുന്നേ? ഇഫ് ഐ ഹാഡ് മണി എന്ന് ചോദ്യം തന്ന് ഐ വുഡ് ഹാവ് ബോട്ട് എ കാർ എന്ന് ആൻസർ എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഹാഡ് വരുമ്പോ മാത്രം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 2 ഹാഡ് ഉണ്ടെങ്കിൽ നോ ഡൗട്ട് അത് തേർഡ് ടൈപ്പ് തന്നെയാണ്. ഒരു ഹാഡ് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് എപ്പോഴും 3ാമത്തെ ടൈപ്പ് ആവണമെന്നില്ല, 2ാമത്തെ ടൈപ്പിലും വരാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹാഡിനോട് ചേർന്ന് എന്തിരിക്കുന്നു എന്ന് നോക്കുക. വെർബ് ആണെങ്കിൽ അത് V3 ആണ്, അപ്പോൾ തേർഡ് ടൈപ്പും. എന്നാൽ ഒബ്ജക്റ്റ് ആണെങ്കിൽ അത് സെക്കൻഡ് ടൈപ്പ് ആണ്, അപ്പോൾ സെക്കൻഡ് ടൈപ്പിലും എഴുതണമെന്ന് ഓർക്കുക. ആദ്യത്തെ എക്സാമ്പിൾ, സിമ്പിൾ എക്സാമ്പിൾ, ഷീ ഇൻവൈറ്റ് എന്നതിൽ നോക്കൂ. ഷീ ഹാഡ് ഇൻവൈറ്റഡ്. ഹാഡ് കഴിഞ്ഞ് ഇൻവൈറ്റഡ് വെർബ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് എഴുതിയത്? V3 ഫോമിലോട്ട് 3ാമത്തെ ടൈപ്പിലോട്ട് മാറ്റി എഴുതി. എന്നാൽ 2ാമത്തെ എക്സാമ്പിളില് ഇഫ് ഐ ഹാഡ് മണി, മണി എന്ന് പറയുന്ന വെർബല്ല, നൗൺ ആണ്, ഒബ്ജക്റ്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാലോ. സോ ആ ഹാഡ് V2വിനെ റെപ്രസെന്റ് ചെയ്യുന്നു. സോ വുഡ് ബൈ എന്നാണ് എഴുതേണ്ടത്. ക്ലിയർ ആയോ? അപ്പൊ 2 ഹാഡ് വന്നാൽ 3ാമത്തെന്ന് ഉറപ്പിച്ചോളൂ. ഒരു ഹാഡ് മാത്രമാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹാഡിന് ഇപ്പുറത്ത് എന്താ ഉള്ളത് നോക്കണം. ഒബ്ജക്റ്റ് ആണെങ്കിൽ അത് സെക്കൻഡ് ടൈപ്പ് ആണ്, വെർബ് ആണെങ്കിൽ മാത്രമേ അത് തേർഡ് ടൈപ്പ് ആകുന്നുള്ളൂ എന്ന് വ്യക്തമായി ഓർത്തു വെച്ചോളൂ. മിക്കപ്പോഴും കുട്ടികൾ എക്സാമിന് തെറ്റിക്കുന്ന ഒരു പാർട്ടാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തെടുത്ത് പറയുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ വെർബുകൾ, ഓക്സിലറി വെർബുകൾ ഒക്കെ പഠിക്കുന്ന സമയത്ത്, യൂസേജുകൾ പഠിക്കുന്ന സമയത്തൊക്കെ ഈ പ്രൈമറി ഓക്സിലറി വെർബുകൾ വെർബായിട്ട് വരുന്നതും ഓക്സിലറി ആയിട്ട് വരുന്നതും നമ്മൾ സെപ്പറേറ്റ് കണ്ടിരുന്നു. അതൊക്കെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടോളൂ കേട്ടോ. അപ്പൊ ഇച്ചിരി കൂടെ ക്ലിയർ ആവും. ക്ലിയർ ആയല്ലോ? ഓക്സിലറി ആയിട്ടും വെർബായിട്ടും ഇത് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ എടുത്തു പറഞ്ഞത്. എക്സാമിന് ഇഫ് ക്ലോസിന് പ്രത്യേകിച്ച് ഇത് കൺഫ്യൂസിംഗ് ആണ്. അപ്പൊ ഹാഡിന് തൊട്ട് വെർബ് ആണെങ്കിൽ അത് തേർഡ് ടൈപ്പ്, ഹാഡിനോട് ചേർന്ന് ഒബ്ജക്റ്റ് ആണെങ്കിൽ അത് സെക്കൻഡ് ടൈപ്പിലാണ് എഴുതേണ്ടത്. ക്ലിയർ? അപ്പൊ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഈ 2 എക്സാമ്പിളുകൾ. ഇനി ഒരു ഡിഗ്രി ലെവലിൽ വന്ന ഒരു ചോദ്യം ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് ശ്രദ്ധിക്കൂ. അതിന്റെ ആൻസർ എന്നിട്ടൊന്ന് പറയുന്നോട്ടെ. ഇഫ് ഷീ ഷട്ട് ദ ഡോർ ഡാഷ് അല്ലെ, എന്നിട്ട് ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് PSC ചോദിച്ച ഒരു ഡിഗ്രി ലെവലിന്റെ ക്വസ്റ്റൻ ആയിരുന്നു ഇത്. ഷീ വിൽ നോട്ട് ഏബിൾ ടു കം, ഹി വിൽ നോട്ട് ഏബിൾ ടു കം, ഹി വിൽ ബി ഏബിൾ ടു കം, ഹി വുഡ് ബി ഏബിൾ ടു കം, ഹി വുഡ് നോട്ട് ബി ഏബിൾ ടു കം. ഇതാണ് 4 ഓപ്ഷൻസ് അല്ലെ. അപ്പൊ ചോദ്യത്തിന്റെ ടെൻസ് മനസ്സിലാക്കി നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. അപ്പൊ ചോദ്യം നോക്കിയപ്പോ ഇഫ് ഷീ ഷട്ട് ദ ഡോർ, ഷട്ട് കണ്ടപ്പോ എല്ലാവർക്കും ഒരു ഡൗട്ടായി അല്ലെ. ഇതിപ്പോ ഏതാ ടൈപ്പ്? സെക്കൻഡ് ആണോ ഫസ്റ്റ് ആണോ? തേർഡ് അല്ലാന്ന് ഉറപ്പായി. ഹാഡ് ഉണ്ടെങ്കിലല്ലേ തേർഡ് ആവുള്ളൂ. അപ്പൊ ഫസ്റ്റോ സെക്കൻഡോ ആണ് ഇത് അല്ലെ. അപ്പൊ ഷട്ട് കണ്ടപ്പോ ഷട്ടിനെ ഫസ്റ്റും സെക്കൻഡും കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ. കാരണം ഷട്ട്, പുട്ട്, ഹിറ്റ് ഇത് സെയിം ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ സെയിം ഫോമിലുള്ള വെർബ് വരുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പുറത്തെ സബ്ജക്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഗസ് അടിക്കാൻ പറ്റും. സബ്ജക്റ്റ് സിംഗുലർ ആയിട്ടാണ് തരുന്നതെങ്കിൽ നോ ഡൗട്ട്, ഒരു സംശയം വേണ്ട, പെട്ടെന്ന് നിങ്ങൾക്ക് ഗസ് അടിക്കാം. ഓക്കെ, ഇത് ഏത് ടെൻസിൽ വന്നിരിക്കുന്നു എന്നുള്ളത്. ഇവിടെ നോക്കൂ, ഷീ എന്ന സിംഗുലർ സബ്ജക്റ്റ് അല്ലേ. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഷട്ട് വരണമെങ്കിൽ ഫസ്റ്റ് ടൈപ്പിലാണെങ്കിൽ ഷട്ട്സ് എന്ന് വരണ്ടേ. SUES ചേർന്ന് വന്നാലല്ലേ അത് സിമ്പിൾ പ്രസന്റ് ആവുന്നത്. ഇവിടെ SES ഇല്ലാത്തത് കൊണ്ട് എന്താണെന്ന് ഉറപ്പിക്കാം? V2 ആണ് എന്ന് ഉറപ്പിക്കാം. ഓക്കെ, SES ചേർത്ത് വന്നാൽ മാത്രമേ സിംഗുലറുടെ കൂടെ സിമ്പിൾ പ്രസന്റ് ആവുന്നുള്ളൂ. ഇവിടെ SES ചേരാത്തത് കൊണ്ട് ഈ ഷട്ട് ഏത് ഫോമിലിരിക്കുന്നു? V2 ഫോമിലിരിക്കുന്നു. എന്നാൽ ഇവിടെ പ്ലൂറൽ സബ്ജക്ട് ദേ തന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ. പ്രസന്റ് ആണോ പാസ്റ്റ് ആണോ എന്നുള്ളത് അല്ലെ. ദേയുടെ കൂടെ V1 ആണെങ്കിൽ ഷട്ട് തന്നെയാ, V2 ആണെങ്കിൽ ഷട്ട് തന്നെയായിരിക്കും. അപ്പൊ അവർക്ക് ചോദ്യത്തിൽ പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും വാക്ക് തരും. യെസ്റ്റർഡേ, ലാസ്റ്റ് നൈറ്റ്, അങ്ങനെ വല്ലതും ഓപ്ഷനിൽ ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് ഗസ് അടിച്ചെടുക്കാൻ പറ്റും. അപ്പം മിക്കവാറും ഇങ്ങനെ 3 ഫോമുകളും V1, V2, V3, ഷട്ടും, പുട്ടും, ഹിറ്റും പോലുള്ള വെർബുകൾ വരുമ്പോൾ അവർ സിംഗുലർ സബ്ജക്റ്റ് ആണ് 99% തരിക. നമുക്കത് V1 ആണോ V2 ആണോ ഐഡന്റിഫൈ
ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? സിംഗുലർ ആണെങ്കിൽ ഇവിടെ SES ചേർന്നാൽ സിംഗുലർ ആയിരുന്നു. ഷട്ട്സ് എന്ന് എഴുതിയെങ്കിൽ സിംഗുലർ ആയിരുന്നു. എല്ലാവരും ഷട്ട് ആയതുകൊണ്ട് ഇത് V2 ആണ്. പാസ്റ്റ് ടെൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ അവൾ വാതിൽ അടച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഹി വുഡ് നോട്ട് ബി ഏബിൾ ടു കം. അവന് വരാൻ പറ്റില്ലായിരുന്നു. അവന് വരാൻ പറ്റുന്ന എന്തായാലും പറയാൻ പറ്റില്ല. വാതിൽ അടച്ചവന് വരാൻ പറ്റില്ലല്ലോ. അപ്പൊ വരാൻ പറ്റില്ലായിരുന്നു എന്ന് പറയുമ്പം ഏതാണ് വരേണ്ടത്? വുഡ് നോട്ട് ബി. വിൽ നോട്ട് ബി എന്ന് എഴുതരുത്, വുഡ് നോട്ട് ബി എന്നാണ്. ഒത്തിരി പിള്ളേർ ഇത് വിൽ നോട്ട് ബി എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വുഡ് നോട്ട് ബി ഏബിൾ ടു കം എന്നാണ് ശരി. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഫൈൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എക്സാമിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ നമ്മുടെ ആസ് സൂൺ ആസ്, ആസ് ലോങ് ആസ് ഒക്കെ വെച്ചിട്ട് ഈ സെന്റൻസുകൾ വരുന്നു പറഞ്ഞില്ലേ, അങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾ കൂടെ താഴെ എഴുതിയിട്ടുണ്ട്. എക്സാമിന് ഞാൻ കൂടുതൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ് തന്നിരിക്കുന്നത് കേട്ടോ. നോക്കൂ, യു വിൽ സക്സീഡ് പ്രൊവൈഡഡ് യു വർക്ക് ഹാർഡ്. നോക്കൂ, യു വിൽ സക്സീഡ് പ്രൊവൈഡഡ് എന്ന് കണ്ടീഷൻ സെന്റൻസ് മിഡിൽ വന്നിട്ട് വേർഡ് മിഡിൽ വന്നിട്ടുണ്ട്. സോ യു വർക്ക് ഹാർഡ് എന്നാണ്. വിൽ സക്സീഡ്, വർക്ക് ഹാർഡ്. വർക്ക് മനസ്സിലായോ? വില്ലും V1. ഇപ്പുറത്ത് എന്താ വെർബ് വന്നേ? വർക്ക് എന്ന V1 ആണ്. പ്രൊവൈഡഡ് എന്ന് അവിടെ യൂസ് ചെയ്തത് കൊണ്ട്. നെക്സ്റ്റ് വൺ, ഷീ വിൽ കം ടു മീറ്റ് യു ആസ് സൂൺ ആസ് യു റീച്ച് ഡൽഹി. ആസ് സൂൺ ആസ് എന്ന കണ്ടീഷണൽ വേർഡ് മിഡിൽ വന്നിരിക്കുന്നു. സോ വിൽ കം എന്ന മെയിൻ ക്ലോസും യു റീച്ച് എന്ന എന്താണ് കണ്ടീഷണൽ ക്ലോസും ആണ് വന്നിരിക്കുന്നത്. യു റീച്ച് എന്ന V1 വന്നതുകൊണ്ടാണ് അവിടെ വിൽ കം. യു റീച്ച്ഡ് ആണെങ്കിൽ വുഡ് കം എന്നായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഐ ഷാൾ സപ്പോർട്ട് ഹിം. ഷാൾ സപ്പോർട്ട് ആസ് ലോങ് ആസ് ഐ ആം അലൈവ്. ഷാൾ V1 വന്നതുകൊണ്ട് ഇവിടെ ഐ ആം എന്ന V1 ഫോം വന്നിരിക്കുന്നു. മനസ്സിലായല്ലോ? നെക്സ്റ്റ് വൺ, സപ്പോസിങ് ഹി റെഫ്യൂസസ്. സപ്പോസിങ്ങിന്റെ കൂടെ റെഫ്യൂസസ് എന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് വന്നു. ടു മീറ്റ് യു, വാട്ട് വിൽ യു ഡു? വിൽ എന്ന വിൽ പ്ലസ് ഡു എന്നാണ്, വിൽ ഡു എന്നാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഇവിടെ സപ്പോസിങ് ഹി റെഫ്യൂസ്ഡ് എന്നാണെങ്കിലോ എന്തെഴുതണം? വുഡ് ഡു എന്നാണ് എഴുതേണ്ടത്. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പൊ ഈ പറയുന്ന ഭാഗങ്ങളും കണ്ടീഷണൽ കോഴ്സിനെ തന്നെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് ഓർത്താൽ മതിയേ. ഓക്കെ, കൂടുതൽ അങ്ങനെ നമുക്ക് PSCക്ക് അധികം ഇത് കണ്ടിട്ടില്ല, എന്നാൽ റയർലി വന്നാലോ എന്ന് പറഞ്ഞിട്ട് SSCക്ക് ഒക്കെ അങ്ങനത്തെ കൂടുതലും കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കണ്ടീഷണൽ ക്ലോസുകൾ ക്ലിയർ ആയി മനസ്സിലായില്ലോ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം. കണ്ടീഷണൽ ക്ലോസുകൾ എന്ന് പറയുന്നത് 3 തരത്തിലാണ്. പ്രോബബിൾ, ഇംപ്രോബബിൾ, ഇംപോസിബിൾ. 3 ടെൻസുകളെ റെപ്രസെന്റ് ചെയ്യുന്നു. ആദ്യത്തേത് വന്നാൽ സിമ്പിൾ പ്രസന്റും, രണ്ടാമത്തേതാണെങ്കിൽ സിമ്പിൾ പാസ്റ്റും, മൂന്നാമത്തേതാണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റും ആയിരിക്കും. പ്രസന്റ് ടെൻസ് കണ്ടീഷണൽ ക്ലോസ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വില്ലോ, ഷാലോ, കാനോ, മേയോ, V1 എഴുതണം. എന്നാൽ പാസ്റ്റ് ടെൻസ് കണ്ടീഷണൽ ക്ലോസിൽ വന്നാൽ മെയിൻ ക്ലോസിൽ വുഡോ, ഷുഡോ, കുഡോ, മൈറ്റോ എഴുതി V1 എഴുതണം. മൂന്നാമത്തെ പാസ്റ്റ് പെർഫെക്റ്റ് വന്നാൽ വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ്, മൈറ്റ് ഹാവ്, V3 എന്ന് എഴുതണം. അൺലെസിന് മൂന്നാമത്തെ ടൈപ്പ് ഉണ്ടായിരിക്കുന്നതല്ല. അൺലെസ് എപ്പോഴും നെഗറ്റീവ് ആണ്. അതുകൊണ്ട് അൺലെസിന്റെ കൂടെ ഒരിക്കലും ഡു നോട്ട്, ഡസ് നോട്ട്, ഡിഡ് നോട്ട് എന്ന് ചേർത്ത് എഴുതാൻ പാടില്ല. ഇഫ് വരുന്ന സമയത്തോ മറ്റു വാക്കുകൾ വരുന്ന സമയത്തോ നെഗറ്റീവ് ആക്കാൻ നിങ്ങൾക്ക് ഈ ഡു നോട്ടും, ഡസ് നോട്ടും, ഡിഡ് നോട്ടും, ഹാഡ് നോട്ടും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇമാജിനറി സെന്റൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന രണ്ടാമത്തെ ടൈപ്പിൽ എപ്പോഴും വാസിന് പകരമായി ഐയുടെ കൂടെയും ഹീയുടെ കൂടെയും ഷീയുടെ കൂടെയും ഒക്കെ വേർ എന്ന് തന്നെ യൂസ് ചെയ്യണം. വാസി യൂസ് ചെയ്യാൻ പറ്റുകയില്ല. ഇനി വേർ എന്ന കണ്ടീഷണൽ ക്ലോസിന്റെ വന്നിട്ടുണ്ടെങ്കിൽ മെയിൻ ക്ലോസിൽ എന്ത് തന്നെ ആകാവൂ? വുഡ് എന്ന് മാത്രമേ യൂസ് ചെയ്യാവൂ. ക്ലിയർ ആണല്ലോ? വുഡ് എന്ന് മാത്രമേ യൂസ് ചെയ്യാവുന്നുള്ളൂ. പ്രത്യേകം ഓർത്ത് വെക്കുക. ഓപ്ഷനിൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരും. ഓക്കെ, പിന്നെ ഒരേ ഫോമിലുള്ള വെർബുകൾ വരുമ്പോൾ 3 ഫോമും സെയിം ആയത് വരുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? സബ്ജക്ട് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ ഗസ് അടിക്കാൻ എളുപ്പമാണ്. മറ്റേ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹാഡ്. 2 ഹാഡ് വന്നാൽ അത് V3 തന്നെയാണ്. പക്ഷെ 1 ഹാഡ് മാത്രമേ ഉള്ളൂവെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹാഡ് കഴിഞ്ഞ് ഒബ്ജക്റ്റ് ആണെങ്കിൽ അത് V2 ആയിരിക്കും. ഹാഡ് കഴിഞ്ഞ് വെർബ് ആണെങ്കിൽ അത് V3 ഫോമിലായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇഫും അൺലെസും ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ആസ് സൂൺ ആസ്, ആസ് ലോങ് ആസ്, പ്രൊവൈഡഡ്, സപ്പോസ്, സപ്പോസിങ് എന്ന് പറഞ്ഞവയെല്ലാം. ഇവയെല്ലാം മിക്സ് ചെയ്ത് യൂസ് ചെയ്യരുത്. ഇതൊക്കെ സെപ്പറേറ്റ് ആയി തന്നെ യൂസ് ചെയ്യണം. ക്ലിയർ അല്ലേ? ഇഫ് ക്ലോസ് എന്ന് പറയുന്ന സിമ്പിൾ ടോപ്പിക് ഡൗട്ട് ഉള്ളവർക്ക് ധൈര്യത്തിൽ ചോദിക്കാം. എക്സാം എഴുതുമ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് പ്രീവിയസ്ലി വന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന വിശ്വാസത്തിൽ ബൈ. എക്സാമിന് കാണാം.